ഒറ്റ സെക്കൻഡ് ജസ്റ്റ് ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യൂ, അതൊന്ന് കണ്ടിട്ട് അതിനുള്ള ഒരു അഭിപ്രായം. ഓക്കെ നവാബായ്, ഇത് നോക്കിയാൽ ഞാൻ എൻ്റെ ഇക്കാക്കാക്കിയത്. ഇത് നമ്മളെ ബ്ലാക്ക് കടല ഉപ്പേരി, നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല. ഇതും അത് തന്നെ. പിന്നെ നിങ്ങൾ കൊടുത്തയച്ച നല്ല പഴുത്ത മാംഗോ. പിന്നെ ഇത് ചിക്കൻ മസാല ഇട്ടത്, ഇത് ചിക്കൻ കുരുമുളക് ഇട്ടത്, ഇതും ചിക്കൻ മസാല ഇട്ടത് കുരുമുളക് ഇട്ടത്. ഇത് പൊറോട്ട വിത്ത് ബീഫും ചിക്കനും എല്ലാം പാടാക്കി ഒരു കൊത്തു പൊറോട്ട സ്റ്റൈല്. ഇത് ചെറുപയർ ഉപ്പേരി, ഇത് ഗ്രീൻ പീസ് കറി, ഇതും കൊത്തു പൊറോട്ടയുടെ തന്നെ. ഇത് പിന്നെ നമ്മുടെ പെപ്പറില്ലേ, പെപ്പർ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഗ്രില്ല് പോലത്തെ ടൈപ്പ്, ഇതും ചെറുപയർ. പിന്നെ ഇതെല്ലാം ബീഫാണ്. പിന്നെ ഇത് സോസേജ് കുരുമുളക് ഇട്ടത്, ഇത് മുളകിട്ടത്, ഇത് നോർമൽ സോസേജ് ഇട്ട്. പിന്നെ ഇതെല്ലാം ഫിഷസാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സീബ്രീം, സീബാസ്, സാൽമൺ, അങ്ങനത്തെ വലിയ വലിയ ഫിഷസ്. പിന്നെ ഇത് കടലയാണ്, ഇത് ചെറുപയർ, പിന്നെ കറി പരിപ്പ് കറി, പിന്നെ ചോറ് ഞാൻ നാളെ പോവുകയാണ് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാണ് കേടായിരുന്നു. എങ്ങനെയുണ്ട് അപ്പോൾ? നോക്കിയാ കടകാര്യമായ സെറ്റിംഗ് അല്ലേ? നോക്കിയാ സ്നേഹിക്കുന്ന ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ദുബായിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എമർജൻസി നാട്ടിലേക്ക് ഹസ്ബൻഡിനെ ഇവിടെ ആക്കിയിട്ട്, ഹസ്ബൻഡിന് ജോബുള്ളത് കാരണം ഇവിടെ ആക്കിയിട്ട് നാട്ടിലേക്ക് ഒരു 20 ഡേയ്സിന് പോവുകയാണ്. ആ പോകുമ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് പട്ടിണിയാവാതിരിക്കാനും വേണ്ടിയിട്ട്, പുറത്തുനിന്നുള്ള ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാനും വേണ്ടിയിട്ട് A to Z സാധനം, പരിപ്പ് പോലും ഫ്രോസ് ചെയ്തിട്ട് ഫ്രീസറിൽ റെഡിയാക്കി വെച്ചിട്ട് പോന്ന്. ഭാഗ്യമല്ല ശരിക്കും? ആ ഒരു ഹസ്ബൻഡിൻ്റെ ഭാഗ്യം. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും, നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ, കുറേ ലേഡീസ് ഇവിടെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളുണ്ടല്ലോ ഫാമിലി ആയിട്ട് താമസിക്കുന്ന, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും, സത്യസന്ധതായിരിക്കണം. ഓക്കെ, ഇത് കണ്ടില്ലേ, പൊളിയല്ല? കടകാര്യമായ സെറ്റിങ്.